ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് റേഷനരി വെച്ചിട്ട് കുക്കറിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കപ്സയുടെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ചിക്കൻ കപ്സ കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ചിക്കൻ പൊരിച്ചിട്ടാണ് കപ്സ ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് 1 കിലോ ചിക്കന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 സ്പൂണ് മുളക് പൊടി, അത്യാവശ്യം എരിവുള്ള മുളക് പൊടി കേട്ടോ. അതുകൊണ്ട് ഞാൻ 1 സ്പൂണേ ചേർത്തിട്ടുള്ളൂ. നിങ്ങളെ കയ്യിൽ എരിവില്ലാത്തതാണെങ്കിൽ 1.5 സ്പൂൺ വരെ ചേർക്കാം. 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് മസാലപ്പൊടിയും ഉപ്പൊക്കെ ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കണം. ഇതുപോലെ നന്നായിട്ട് തന്നെ ഇളക്കിയെടുത്തിട്ടുണ്ട്. ഈ ചിക്കനിൽ ഉപ്പും എരിവൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റ് വരെ മാറ്റി വെക്കാം. ഇതിലേക്കുള്ള 4 ഗ്ലാസ് റേഷൻ അരി എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് നന്നായിട്ട് തന്നെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു 20 മിനിറ്റൊക്കെ വെള്ളത്തിലിട്ടൊന്ന് കുതിർത്തെടുക്കണം. 20 മിനിറ്റിലധികം വെള്ളത്തിലിട്ട് വെക്കരുത് കേട്ടോ. 20 മിനിറ്റ് ആയാൽ നമുക്ക് വെള്ളത്തിൽ നിന്ന് ഊറ്റിയെടുക്കണം. 10 മിനിറ്റിന് ശേഷം കപ്സ് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിലൊന്ന് ചൂടായി വരുന്ന സമയത്ത് മസാല തേച്ച് വെച്ച ചിക്കന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ ഇതിലേക്ക് കുറച്ച് ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. ഒന്നാകെ ഇട്ട് കൊടുത്ത് പൊരിച്ചെടുക്കാൻ പറ്റൂല, അത്ര വലിപ്പമല്ല കുക്കർ. അതുകൊണ്ട് ഞാനിതിൽ 2 പ്രാവശ്യമായിട്ടാണ് ഇത് പൊരിച്ചെടുക്കുന്നത്. ഇനി ഇത് തിരിച്ചും മറിച്ചിട്ട് കൊടുത്ത് പൊരിച്ചെടുക്കണം. അപ്പോൾ ഒരുപാട് സമയമൊന്നും പൊരിച്ചെടുക്കണ്ട കേട്ടോ, ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞ് കിട്ടിയാൽ മതി. ചിക്കൻ ഇതുപോലെ ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. എന്നിട്ട് ബാക്കിയുള്ള ചിക്കനും ഇതുപോലെ ഒന്ന് പൊരിച്ചെടുക്കണം. ചിക്കൻ മുഴുവനും കോരിയെടുത്തതിന് ശേഷം ബാക്കിയുള്ള മസാല തേച്ച് വെച്ച ചിക്കനില്ലേ, അതും കൂടെ ഇതുപോലെ പൊരിച്ചെടുക്കാം. ഈ ചിക്കനും പൊരിച്ചെടുത്തതിന് ശേഷം ആ എണ്ണയിലേക്ക് വലിയൊരു സവാള ചെറുതായി അരിഞ്ഞെടുത്തത് ഇട്ട് കൊടുക്കുകയാണ്. ഇത് ഇളക്കി കൊടുത്ത് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കണം. ഉള്ളിട്ട് ഇളക്കിയതിൻ്റെ ശേഷം കേട്ടോ ഇതിലേക്ക് പട്ടയും കുരുമുളകും എടുത്ത് വെച്ചിരുന്നു, അത് ചേർത്തിട്ടില്ല എന്ന് ഓർമ്മ വന്നേ. അപ്പോൾ ഞാൻ ഉള്ളി ഇതിൻ്റെ ഒരു സൈഡിലേക്ക് മാറ്റിയിട്ട് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ചെറിയ 3 കഷ്ണം പട്ടയും കുറച്ച് കുരുമുളകും കേട്ടോ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് മൂപ്പിച്ചെടുക്കുകയാണ്. കുറച്ച് സമയം ഇതുപോലെ ഇളക്കിയതിന് ശേഷം ഉള്ളിയും കൂടെ ഇതിലേക്ക് കൂട്ടി ഇളക്കി ഉള്ളി ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കണം. ഉള്ളി ചെറുതായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1.5 സ്പൂണ് വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് ഇട്ട് കൊടുക്കുകയാണ്. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുക്കണം. വെളുത്തുള്ളിൻ്റെ ഇഞ്ചിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം ഇതിലേക്ക് 2 മാഗി ക്യൂബ് കൈകൊണ്ട് ഇതുപോലെ പൊടിച്ചിട്ട് കൊടുക്കുകയാണ്. ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് കപ്സ മസാല ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഇളക്കിയതിന് ശേഷം കപ്സ മസാല നന്നായിട്ട് തന്നെ എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുക്കണം. മസാല എണ്ണയിൽ നന്നായിട്ട് തന്നെ മൂത്ത് വന്നതിന് ശേഷം അത്യാവശ്യം വലുപ്പത്തിലുള്ള 2 തക്കാളി മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുള്ളതാണ്. അതും കൂടെ ഇതിലേക്ക് ചേർത്ത് തക്കാളിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. തക്കാളിൻ്റെ പച്ചമണമൊക്കെ മാറിയതിന് ശേഷം ഇതിലേക്ക് കുതിർത്തെടുത്ത അരിയില്ലേ, 20 മിനിറ്റ് കുതിർത്തെടുത്ത അതിൻ്റെ വെള്ളമൊക്കെ ഊറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ മസാലയിൽ ഈ അരി നന്നായിട്ട് തന്നെ ഇളക്കിയെടുക്കണം. ഇതുപോലെ നന്നായിട്ട് തന്നെ ഇളക്കിയെടുത്തതിന് ശേഷം ഇതിലേക്ക് നല്ല തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1 ഗ്ലാസ് അരിക്ക് 1.25 ഗ്ലാസ് വെള്ളം എന്നുള്ള കണക്കിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. നമ്മൾ 1 ഗ്ലാസ് അരിയാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ 1.25 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ആ ഒരു കണക്കിലാട്ടോ നമ്മൾ എത്രയാണോ അരി എടുക്കുന്നത് അതിനനുസരിച്ച് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. വെള്ളം ഒഴിച്ച് ഇതുപോലെ നന്നായിട്ട് തന്നെ ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നേരത്തെ നമ്മൾ പൊരിച്ചു വെച്ച ചിക്കനില്ലേ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതൊന്നും കൂടെ ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുകയാണ്. അപ്പോൾ നമ്മൾ ചിക്കൻ പൊരിച്ചെടുത്തപ്പോഴൊക്കെ ഉപ്പ് ചേർത്തിരുന്നു. അപ്പോൾ നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി 1 സ്പൂൺ നാരങ്ങ നീരും കൂടെ ചേർക്കുകയാണ്. ചോറ് വെന്ത് വരുമ്പോൾ തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാട്ടോ ഈ നാരങ്ങ നീര് ചേർത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം മൂടി വെച്ച് 2 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കണം. തീ നല്ലോണം കൂട്ടി വെച്ചിട്ട് തന്നെ കേട്ടോ 2 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കേണ്ടത്. 2 വിസിൽ വന്ന അപ്പം തന്നെ തീ ഓഫ് ആക്കണം. എന്നിട്ട് ഉടനെ തന്നെ ഇതിൻ്റെ ഉള്ളിലെ പ്രഷറൊക്കെ ഒഴിവാക്കണം കേട്ടോ. 2 വിസിൽ അടിച്ച ഉടനെ തന്നെ ഞാൻ തീ ഓഫ് ആക്കിയതിന് ശേഷം ഇതിൻ്റെ ഉള്ളിലെ പ്രഷറൊക്കെ ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. ഇനി ഇത് തുറന്ന് നോക്കാം. അപ്പോൾ റേഷനരി വെച്ചിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള കപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്.
അപ്പോൾ ഇത് വെന്ത് കൊഴിഞ്ഞു പോയിട്ടൊന്നുമില്ല കേട്ടോ, കറക്റ്റ് വേവായിരുന്നു. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന റേഷനരി ചിലപ്പോൾ വേഗം വേവണ റേഷനരി ഉണ്ടാവും. റേഷനരി ആണെങ്കിലും ഓരോ റേഷനരിക്കും ഓരോ വേവായിരിക്കും. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന റേഷനരിൻ്റെ വേവിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ വേഗം വേവണ റേഷനരി ആണെങ്കിൽ 1.5 കപ്പൊക്കെ ഒഴിച്ചെടുത്താൽ മതിയാവും. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് എന്നുള്ള കണക്കിലൊക്കെ ഒഴിച്ചെടുത്താൽ മതിയാവും വെള്ളം. കുറേ സമയം കുക്കറിൽ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കരുത് കേട്ടോ, പെട്ടെന്ന് തന്നെ വേറെ പാത്രത്തേക്ക് മാറ്റണം, അല്ലെങ്കിൽ ഇതിൻ്റെ അടിഭാഗം വേവേറിപ്പോവും. അപ്പോൾ ഇത്രയുള്ള റേഷനരി വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. നിങ്ങൾക്ക് എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും കൂടി ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും അസ്സലാമു അലൈക്കും.